അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു. സ്കൂളിലെ ചെക്കന്മാരൊന്നും നമ്മുടെ ടൈപ്പല്ല. ഒന്നേല് പഠിപ്പിച്ചവൾ, അല്ലെങ്കിൽ വായി നോക്കിയവൾ. ഹായ് പൂജ. ആ പക്ഷെ ഒരാളുണ്ട്, ബി ഡിവിഷനിൽ, യാഡ്ലി. സെക്കൻഡ് നെയിം കുറച്ച് പഴഞ്ചനാ, അവരാൻ, യാഡ്ലി അവരാൻ. പക്ഷെ ആള് കലക്കന. അങ്ങനെ യാഡ്ലി തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ച സമയത്ത് കൊച്ചവസേപ്പിച്ച ചിലിപ്പള്ളി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മൂപ്പിൽ കാക്കനാട് വീഗാലാൻഡ് തുടങ്ങി. എന്റെ സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂറും വെച്ചു. സാധാരണ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ചില ആമ്പിള്ളേർ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. യാഡ്ലി വന്നിരുന്നപ്പോഴും അങ്ങനെ എന്തെങ്കിലും കുത്തിക്കേട് കാണിക്കാനാണെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ചു. ഹായ് പൂജ. ഹായ്. നൈസ് സോങ് അല്ലേ? പൂജയ്ക്ക് അറിയാലോ എൻ്റെ ഫാമിലിയെ. കളത്തിപ്പറമ്പിൽ എൻ്റെ അപ്പനും ഡോക്ടർ, പൂജയുടെ അപ്പനും ഡോക്ടർ. വലുതാവുമ്പോൾ ഞാൻ പഠിച്ച ഡോക്ടറാവും, പൂജയും പഠിച്ച ഡോക്ടറാവും. എനിക്ക് പൂജ ഇഷ്ടം. ഇപ്പൊ ഒന്നും പറയണ്ട, നല്ലപോലെ ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ശരി എന്നാ. ഓക്കേ. അളിയോ ചാകരയാണല്ലോ. ശമ്പോണന്റെ കളി നീ കണ്ടോ? ശമ്പോണൻ ഒന്ന് ശമ്പോണ്ണൻ മുത്താണ്. ശമ്പോണൻ രണ്ട്. നിങ്ങൾ പൂജ തന്നെയാട്ടാ. നീ ആരാന്നടി വിളിക്കുന്ന? ശമ്പോണന്റെ അടുത്താ നിന്റെ കളി. ചന്തി കുടിച്ചേരടാ. വേണ്ട കേട്ടോ. ചന്തി കുടിച്ച് കയറടാ. മൂഞ്ചി ഓടിക്കോടാ. ശമ്പോണനെ കൊണ്ടോടാ. പൂജ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെ, നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലി. യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി സോറി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കിടിലും ചേട്ടനെ കണ്ടു. അതാരായിരിക്കും എന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. പിറ്റേ ദിവസം ആ ചേട്ടനെ വീണ്ടും കണ്ടു. ഇവന്മാര്
എന്താടാ വീട്ടിൽ പോടാ. അന്ന് ആദ്യമായിട്ട് എനിക്ക് സ്കൂൾ ബസ് മിസ്സായി. ബസ് വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടനെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ അന്ന് തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. പപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. നോക്കിയ 3310, ഒരു അടിപൊളി ഫോൺ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായത് വേറൊരാൾക്കാ. ഹലോ, കൊടുക്കാം. ഇതാ എന്റെ ഫ്രണ്ട് നീതു. ഹലോ. ആ പറ ചക്കരെ, ഒരു മിനിറ്റ്. ഇതെന്റെ വേറെ ഫ്രണ്ട് ഡോണ. ഇവരാ എന്റെ ബെസ്റ്റ് ഗഡികൾ. ഇവൾ ഒരേ സമയം 3-4 പേരെ പ്രേമിക്കുമെങ്കിൽ ഇവൾ ഒരേ സമയം 3-4 മസാല ദോശ തിന്നും. ഇവരുടെ അടുത്തിരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു. നീ എന്തൊക്കെ ആലോചിക്കണേ? എനിക്ക് വിശക്കാൻ തുടങ്ങി പിന്നെയും. കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഇതെന്റെ കസിൻ ബ്രദർ കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. തല്ലുള്ളി, വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കുടുംബപ്പേരി കളയാൻ വേണ്ടി ഉണ്ടായവൻ എന്നൊക്കെ കാരണവന്മാര് പറയണ ഐറ്റം. ആളൊരു മുങ്ങൽ പൊങ്ങൽ വിദഗ്ധനാ. ഇടയ്ക്ക് തല്ലുള്ളി തരം കാണിക്കും, മുങ്ങും. പിന്നെ എല്ലാരും അത് മറന്നെന്ന് തോന്നുമ്പോ പൊങ്ങും. ആൾ ആദ്യം മുങ്ങിയത് എന്നാന്ന് ചോദിച്ചാ ഓർമ്മ വന്നു. കാഞ്ഞാണി പണ്ട് അൾത്താര ബാലനായിരുന്ന കാലം. സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഇതൊരുമാതിരി എല്ലാ ആൾക്കാര ബാലന്മാരും ചെയ്യുന്ന പണിയാ. പക്ഷെ ആള് മുങ്ങിയത് ഇതിനല്ല. സഭയുടെ തലവനും ഞങ്ങളുടെ ജോർജ് മെത്രാന് വേണ്ടിയും കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഇടവകയിൽ മെത്രാനച്ചൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശനത്തിന് വന്നത്.